ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് തന്നെ പോകാം. അപ്പൊ നമ്മുടെ ഷാനവാസിന് മുന്നിൽ അക്ബർ ഖാനും അതുപോലെ തന്നെ അപ്പാനി ശരത്തും പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ഒരു സീസണിൽ കാണുന്നത്. സംഭവം ശരിയാണ്. ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ മുതൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശത്രുതാപരമായിട്ടുള്ള അപ്രോച്ച് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഷാനവാസിനെ മൊത്തത്തിൽ അങ്ങോട്ട് ആക്രമിക്കാനും പുറത്താക്കാനുമുള്ള ഒരു ശ്രമം ഒരു ഗ്രൂപ്പ് കളിയായിട്ട് അപ്പാനി ശരത്തും അതുപോലെ തന്നെ അക്ബർ ഖാനും ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. തുടക്കം ആദ്യ ആഴ്ചയിൽ മുതൽ നമ്മുടെ പുകഞ്ഞുള്ളി പുറത്ത് എന്ന് പറയുന്ന ടാസ്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഷാനവാസിനെ പുറത്താക്കാനും അതുപോലെ ജിസേലിനെ പറഞ്ഞു തിരിക്കാനും ബിൻസിനെ പറഞ്ഞു തിരിക്കാനും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ പരത്തി ശൈത്യനെ വേറൊരു രീതിയിലേക്ക് ആക്കാനും ഒക്കെ അപ്പാനി ശരത്തും അതുപോലെ തന്നെ നമ്മുടെ അക്ബർ ഖാനും നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പരിധി വരെ നല്ല രീതിയിൽ എല്ലാവരുടെയും മുന്നിൽ ഒരു തെറ്റിദ്ധാരണ പരത്താനും അവർക്ക് സാധിച്ചു. ബട്ട് ഷാനവാസിനെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് കളിച്ച് മുന്നോട്ട് വരുന്നു. ആരെയും ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാനൊന്നും അധികം ശ്രമിച്ചില്ല. കാര്യങ്ങൾ പറഞ്ഞു, അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ, നിങ്ങൾ തെറ്റിദ്ധരിക്കുകയോ തെറ്റിദ്ധരിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം എന്ന് പറഞ്ഞു ഷാനവാസിൻ്റെതായിട്ടുള്ള ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് കണ്ടത്. പിന്നീട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുന്നത് നമ്മൾ പ്രേക്ഷകരെല്ലാം കണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബിൻസി വെളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ബിഗ് ബോസ് മുളയിലെ നുള്ളിക്കളഞ്ഞൊരു കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ ഒരു കോംബോയെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കുറച്ച് കോംബോ വർക്കൗട്ട് ആക്കാനും അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കോംബോയോ അല്ലെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഒരു ലവ് കോംബോ ലവ് ട്രാക്ക് അതൊന്നും സീരിയസ് ആയിട്ടൊന്നും അല്ല. കുറച്ച് പേര് അവിടെ പിടിച്ച് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു കോംബോ പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതല്ല പറഞ്ഞു വരുന്നത്. അപ്പൊ ബിൻസി പുറത്തു പോയതുമായി ബന്ധപ്പെട്ട് അത് എന്തുകൊണ്ട് അല്ലെങ്കിൽ അവരവിടെ അതിനു മുൻപേ അപ്പാനി ശരത്തുമായി ചേർന്ന് എന്താണ് പ്ലാൻ ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ അവരവിടെ എന്താണ് നടത്തിയത് എന്ന കാര്യങ്ങളൊക്കെ ഷാനവാസിന് അറിയാം. ഷാനവാസിന് മാത്രമല്ല മറ്റു പല കണ്ടസ്റ്റൻസിനും അറിയാം. ഷാനവാസിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അധികം ആർഗ്യുമെന്റ്സ് ചെയ്ത് അല്ലെങ്കിൽ അധികം സംസാരിച്ച് നിൽക്കുന്ന ഒരു ആള് ഒന്നും അല്ല. അത്യാവശ്യം സംസാരിക്കും എന്ന് കരുതി ആവശ്യമില്ലാതെയും അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് നിൽക്കാനൊന്നും അറിയാവുന്ന ഒരാൾ കൂടിയല്ല. എന്നാൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാനും അതുപോലെ തന്നെ എല്ലാവരെയും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യാനും ഇതെല്ലാം ചെയ്യുന്നുമുണ്ട്. മൈൻഡ് ഗെയിം നല്ല രീതിയിൽ കളിക്കുന്ന ഒരാളാണ് ഷാനവാസ്. അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കൊട്ടു കൊടുക്കുന്നുമുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ വെച്ചപ്പോഴാണ് ഇന്നലെ നമ്മുടെ അനുമോളും അതുപോലെ തന്നെ നമ്മുടെ അപ്പാനി ശരത്തും തമ്മിലുള്ള ഇഷ്യൂയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അക്ബർ ഖാൻ അനുമോളുടെ നേരെ ചെല്ലുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി. നമ്മുടെ ജിസേലിന്റെ അടുത്ത് ഷാനവാസ് പറയുന്നുണ്ട്, നീ അവരുടെ കൂടെ കൂടുന്നതൊക്കെ കൊള്ളാം, അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, എനിക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, ഇവിടെ അത്യാവശ്യം കോംബോ വർക്കൗട്ട് ആക്കുന്നതും കോംബോ ട്രൈ ചെയ്തതും അതുപോലെ തന്നെ അപ്പാനി ശരത്തും ജിൻസിയും തമ്മിലുള്ള കാര്യങ്ങളും എല്ലാം അറിയാം. അപ്പം ജിസേലിനെ സംബന്ധിച്ച് ഈ സംഭവങ്ങളൊക്കെ പുറത്ത് ഈ ഒരു രീതിയിൽ പോകുന്നുണ്ടോ? അപ്പൊ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിനിടയിൽ നടക്കുന്ന ഒരു സംഭവമാണല്ലോ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വൻ ഗ്രൂപ്പ് ശക്തമായി വളരുന്നുണ്ട്. അപ്പാനി ശരത്ത്, അക്ബർ ഖാൻ, ജിസേൽ, ആര്യൻ അതുപോലെ തന്നെ സരിക, രേണുവൊക്കെ ഇടയിൽ കയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിന്നിയും ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ്. അപ്പൊ അവർ ആ ഒരു ഗ്രൂപ്പായി നിന്നിട്ട് വളരെ ഭയങ്കര രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് പോരുന്നുണ്ട്. അപ്പം അവരുടെ ഗ്രൂപ്പിനിടയിൽ അവർ തന്നെ ചിത്രീകരിച്ച് ബിൻസിയും അപ്പാനിയും തമ്മിലുള്ള ഒരു കോംബോ വർക്കൗട്ട് ആക്കാൻ അവർ തന്നെ അതിനുള്ളിൽ ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പം അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടറിയാം. അതുപോലെ തന്നെ അക്ബർ ഖാൻ അതുപോലെ തന്നെ ജിസേൽ ഇവർ തമ്മിലുള്ള ആര്യൻ ട്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഇതൊക്കെ ഷാനവാസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിസേൽ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. കാരണം അവരുടെ പ്ലാനിങ്ങുകളെല്ലാം പുറത്ത് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഷാനവാസ് അറിഞ്ഞിരിക്കുന്നു. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു സീനാകാനുള്ള സാധ്യതകളുണ്ട്. അതൊരു ഫേക്ക് ആയിട്ടുള്ള കോംബോ ആണ്, അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്തതാണ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പല പരിപാടികളുമാണെന്നൊക്കെ മറ്റൊരാൾ അറിഞ്ഞു അതവിടെ സംസാര വിഷയമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രേക്ഷകർ നല്ല രീതിയിൽ അറിയും. പക്ഷെ ഇവരറിയുന്നത് നമ്മൾ പ്രേക്ഷകർ ഇതെല്ലാം അറിയുന്നുണ്ട കാര്യം. എനിവേസ് ജിസേൽ ഇത് ഡയറക്റ്റ് ചെയ്യുന്ന അക്ബറിന്റെ അടുത്തും അതുപോലെ തന്നെ അപ്പാനി ശരത്തിന്റെ അടുത്തും പറയുകയും അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിത്തെരിച്ചു പോയി എന്ന് പറയാം. പിന്നീട് നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് വന്ന് ഷാനവാസിനെ എങ്ങനെയെങ്കിലും ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി നോക്കുന്നുണ്ട്. ഷാനവാസ് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ കളിക്കുന്ന ഗെയിമുകളും ഇത്രയും ദിവസം വന്നിട്ട് എനിക്കെതിരെ നടത്തുന്ന കളികളും മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന കളികളും എല്ലാം എനിക്കറിയാം. എന്നാൽ നിങ്ങൾക്കെതിരെ ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്, ഗെയിമായിട്ട് തന്നെ കണ്ട് ഗെയിമായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള വൃത്തികെട്ട കളികൾ ഞാൻ കളിക്കാറില്ല. പിന്നെ ഇപ്പോൾ പുറത്തു പോയൊരു കണ്ടസ്റ്റന്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് പറയാം. അത് അവസരം വരുമ്പോൾ ഞാൻ പറയും. ഇങ്ങനെ ഒരു വൃത്തികെട്ട കളികൾ തുടങ്ങി കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതെന്താണെന്നും എങ്ങനെയാണെന്നും എനിക്കറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് നിന്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഓർത്തിട്ട് മാത്രം, അതൊരു ഫാമിലി ഇഷ്യൂ ആകണ്ട എന്ന് കരുതി മാത്രമാണ്. അപ്പം പ്രേക്ഷകർക്കൊക്കെ ഒരു പരിധി വരെ എല്ലാവർക്കും അറിയാം അവരവിടെ പ്ലാൻ ചെയ്ത കാര്യങ്ങളും. ബിൻസി അതുപോലെ തന്നെ നമ്മുടെ അപ്പാനി ശരത്ത് കോംബോ, അതിനുള്ളിൽ നടന്ന ഒരു പ്രശ്നങ്ങൾ, അതൊരു സീരിയസ് ഇതിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും അത് നന്നായി, അപ്പാനി ശരത്തിനും നന്നായി.
അത് കൂടുതൽ വശമായി സോഷ്യൽ മീഡിയയിൽ ഒരു കോൺട്രവേഴ്സി ചർച്ചകളിലേക്കൊന്നും പോയില്ല. എനിവേസ് ഷാനവാസ് അത് അവിടെ പറയുമ്പോൾ അപ്പാനി ശരത്ത് ശരിക്കും പേടിച്ചിട്ടുണ്ട്. അത് പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നും അപ്പാനി ശരത്തിന് അറിയാം. അത് ഓൾറെഡി പല രീതിയിൽ അപ്പാനി ശരത്തിന് നെഗറ്റീവായിട്ട് തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അക്ബർ ഖാനും പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേട്ട് കഴിയുമ്പോൾ ആകെ ഒന്ന് ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ്. അതുപോലെ തന്നെ ജിസേലിനോടും ഷാനവാസ് പറയുന്നുണ്ട് അക്ബർ ഖാൻ വന്ന സമയത്ത് ജിസേലിനെ നോക്കിയതും അത് കാര്യങ്ങളെല്ലാം ഷാനവാസ് ഒബ്സർവ് ചെയ്ത് ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇപ്പം പുറത്തേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇന്നലെ രാത്രി എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ലൈവിലേക്ക് ഇത് 1-2 മണിയൊക്കെ ഒരു സമയത്താണ് ലൈവിൽ വന്നത്. എപ്പിസോഡിൽ കുറച്ച് പോർഷൻസ് ഒക്കെ കാണിച്ചിരുന്നു. സോ രാത്രി വരെ ഇവർ ട്രൈ ചെയ്യുന്നുണ്ട് ഷാനവാസിനെ ഒന്ന് തണുപ്പിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഗെയിം ആയിട്ട് കാണാൻ. അപ്പാനി ശരത്ത് പറയുന്നുണ്ട് ഞങ്ങൾ ഗെയിം കളിക്കുകയല്ലേ, നിങ്ങളും ഗെയിം കളിക്കൂ. അതായത് ഇതൊക്കെ ഒരു ഗെയിമിന്റെ പാർട്ടാണ്. അവർ ട്രൈ ചെയ്യുകയാണ് പല രീതിയിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പാനി ശരത്ത് ശരിക്കും അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ അക്ബർ ഖാനും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് മനഃപൂർവ്വം അറിഞ്ഞ് ഓരോ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല. നമ്മൾ പ്രേക്ഷകർക്ക് എന്നും കണ്ടന്റുകൾ നല്ല കണ്ടന്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയടിച്ച് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നല്ല ഗ്രൂപ്പിസവും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതും അക്സെപ്റ്റ് ചെയ്യും. ഒറ്റയാക്കി നിന്ന് കളിക്കുന്നവർ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ അതും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ എന്താണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 നല്ലൊരു ഗ്രൂപ്പിനെതിരെ ഷാനവാസ് ശക്തമായി ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഷാനവാസ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന്. നിലവിൽ അപ്പാനി ശരത്തൊക്കെ ഒന്ന് വിറച്ചു നിൽക്കുകയാണ്. ഷാനവാസിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റും അവരുടെ പല ഗെയിമുകളും മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലായതോടുകൂടി മൊത്തത്തിലൊന്ന് വിറച്ചു നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ മിക്കവാറും ഇവർ തമ്മിലുള്ള ഒരു കൊമ്പ് കോർക്കലൊക്കെ ഉണ്ടാകും. ഇന്ന് തന്നെ ഒരു പ്രൊമോയും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അക്ബർ ഖാനും അതുപോലെ തന്നെ ഷാനവാസും തമ്മിലുണ്ടാകുന്ന ഒരു ഷൗട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ. സോ ഇതൊക്കെ ഇതിന്റെ പാർട്ടാണ്. മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ പുറത്തേക്ക് വരും, എന്തൊക്കെ നടക്കുമെന്നൊക്കെ നമുക്കും പ്രേക്ഷകർക്ക് കാത്തിരുന്ന് കാണാം. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.